ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ജനറൽ സർവീസ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്. അതേപോലെ ഫോർത്ത് ഗിയറിൽ ഓടിക്കുന്ന സമയത്ത്, ഫോർത്ത് ഫിഫ്ത്ത് ഗിയറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ചെറിയ സൗണ്ട് വ്യത്യാസം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് പ്ലഗിൻ്റെ ഭാഗത്തുനിന്നും ഓയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, നമുക്ക് ജർക്കിങ് സൗണ്ട് അങ്ങനെ കാര്യമായിട്ടൊരു കംപ്ലയിൻസ് എന്ന് പറയാവുന്നൊരു സൗണ്ടൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. സാധാരണ ചെറിയൊരു ബോഡി വൈബ്രേഷൻ നിലവിലുണ്ട്. അതല്ലാണ്ട് വേറൊരു മേജർ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. കമ്പനി ലേണ്ടർ കിടക്കണേ, പുതിയ ലേണ്ടറാണ്. ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. പിന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം, കാരണം അത് സെറ്റായിട്ട് വരുള്ളൂ. അതൊന്ന് മാറ്റിയിടണം. ബാക്ക് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും അത്യാവശ്യം ഉപയോഗിക്കാൻ. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കുമ്പോൾ നോക്കുമ്പോൾ ഓയിൽ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഊറ്റി നോക്കിയതാണ്. ഏകദേശം 600 മില്ലി ഓയിലുള്ളൂ നിലവിൽ. ഇപ്പോൾ നമുക്ക് അതിനകത്ത് 1 ലിറ്റർ ആവണമെങ്കിൽ 400 മില്ലി ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ ഇതായിട്ട് കാണുന്നില്ല. അപ്പോൾ മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി അതല്ല ടോപ്പ് ചെയ്താൽ മതിയെങ്കിൽ ടോപ്പ് ചെയ്യാം. ടോപ്പ് ചെയ്യുമ്പോൾ 400 മില്ലി നമുക്ക് ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നും സൈഡിൽ നിന്ന് കാണുന്നില്ല കേട്ടോ. പിന്നെ കാർബറേറ്റർ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ അയച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 550 രൂപ 600 രൂപ നമുക്ക് ചിലവുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്തു. ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമുക്ക് ഈ പ്ലഗിൻ്റെ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കേജ് ഉണ്ടായിരുന്നു. അത് ത്രെഡിൻ്റെ എൻ്റെ വാഷിൻ്റെ ഭാഗത്ത് അവിടെ ചെറുതായിട്ട് ഫുൾ ടൈറ്റ് ആവുന്നുണ്ടായില്ല. അത് ടൈറ്റ് ചെയ്യുമ്പോൾ പ്ലഗ് ടൈറ്റായിട്ട് നിൽക്കണം. പക്ഷേ ഈ ഭാഗത്തു നിന്നാണ് ലീക്കേജ് കാണിച്ചത്. അത് നമുക്ക് ക്ലിയർ ചെയ്തിടാം. ആ ത്രെഡ് ഒന്ന് ടാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് കയറ്റാം. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് എക്സൈഡിൻ്റെ ബാറ്ററി വണ്ടി പിരിക്കണേ. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.25 കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോ ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് 8.95 8.5 വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല, മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കാർബറേറ്ററിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കുക. കാരണം ഈ കാർബറേറ്ററിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറയണം, കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചോളാം. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല. നമ്മൾ കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ അഴിക്കുന്നില്ല. പക്ഷേ കാർബറേറ്റർ ഓവർഫ്ലോ വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ, അതുകൊണ്ട് തന്നെ കംപ്ലയിൻസ് വളരെ കൂടുതലാണ്. പരമാവധിയും അഴിക്കാതെ തൊടാണ്ട് കൊണ്ടുപോകാൻ പറ്റും. മാക്സിമം അത്രത്തോളം കൊണ്ടുപോകാം. അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അഴിച്ച് ക്ലീൻ ചെയ്ത് വരും. അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയില്ല, മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നോർമലി വെച്ചേക്കാം. എഞ്ചിൻ ഓയിലിൻ്റെ കേസും ഈ പറഞ്ഞ രീതിയുടെ ഇതിൻ്റെ ഓയിൽ ബോൾട്ട് ത്രെഡ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഓവർ സൈസ് ബോൾട്ട് ഇട്ടാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ത്രെഡ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഓവർ സൈസ് ബോൾട്ട് വേണം വണ്ടി ഓടിക്കണം കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നോർമലി വെച്ചേക്കാം. ഈ 2 കേസൊന്നും മെമ്മറിയിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.